നമസ്കാരം, എല്ലാവർക്കും എസ് ഐയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇയർബഡ്സ് ആണ്. കാരണം ഇപ്പോൾ നമുക്ക് ഇയർബഡ്സ് ഒക്കെ വാങ്ങാൻ പറ്റിയ നല്ല സമയമാണ്. കാരണം ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല നോയ്സ് ക്യാൻസലേഷനും നല്ല ബാറ്ററി ബാക്കപ്പും സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല നല്ല ഇയർബഡ്സുകൾ വരുന്ന സമയമാണ്. മാത്രമല്ല നെക്സ്റ്റ് 1 വീക്കിൽ ഏകദേശം ഗ്രേറ്റിംഗ് സെയിൽ, ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ സെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ആമസോണിൽ സാംസങ് ഒക്കെയാണ് സ്പോൺസർ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി എ ഗുഡ് ഓഫർ ഫോർ സാംസങ്ങിൻ്റെ ഇയർബഡ്സിനായാലും എല്ലാത്തിനും നല്ലൊരു ഓഫർ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ ആങ്കർ സൗണ്ട് കോറിൻ്റെ ലിബർട്ടി 4 നോയ്സ് ക്യാൻസലേഷൻ NC എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് എന്താ പറയുക, ബഡ്ജറ്റ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ബഡ്ജറ്റ് റേഞ്ച് ഞാൻ പറയുന്നത് ഏകദേശം ഇപ്പോൾ ആമസോണിൽ 799 ആണ് കാണിക്കുന്നത്. ലാസ്റ്റ് വീക്ക് 699 ആയിരുന്നു. 699 ആണ് വാങ്ങിയത്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. വളരെ പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതാണ് ലിബർട്ടി 4 NCയുടെ ഒരു ഓവറോൾ ലുക്ക്. താഴെ നിങ്ങൾക്ക് കാണാം Type C ചാർജിങ് പോർട്ടാണ്. കാരണം ഇത് പിന്നെ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. ഇതൊരു മൾട്ടി ഫംഗ്ഷൻ ബട്ടണാണ് ആക്ച്വലി. ഇത് ഓപ്പൺ ചെയ്യാനും ഒപ്പം ബ്ലൂടൂത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് പെയറിംഗ് മോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സോ നല്ലൊരു ലുക്ക് ആൻഡ് ഫീലാണ്. ഒരു കൈൻഡ് ഓഫ് മാറ്റ് ഫീൽ കിട്ടുന്നുണ്ട്. പിടിക്കാനും നല്ല സൗകര്യമുണ്ട്. വലിയ ബൾക്കായിട്ടൊന്നുമല്ല. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കിനെ പറ്റി പറയാനുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഞാൻ എയർപോഡ്സും സോണിയുടെ ഹെഡ്സെറ്റും ഇയർഫോണൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് കുറച്ച് ചെറിയൊരു കംഫർട്ട്, അത്ര കംഫർട്ട് സൂപ്പർ കംഫർട്ട് എന്ന് പറയാനില്ല. കാരണം പക്ഷേ കംഫർട്ടബിൾ, നമുക്കൊന്ന് സെറ്റായിട്ടിരിക്കാനും കറക്റ്റായിട്ട് നോയ്സ് ക്യാൻസലേഷനൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്ന നല്ലൊരിതാണ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് വോയിസ് ക്വാളിറ്റി നമുക്കൊന്ന് മാറ്റി നിർത്തി പറയാം. ഓഡിയോ നല്ല ബേസാണ്, നല്ല ക്ലാരിറ്റി സൗണ്ടാണ്. മാത്രമല്ല ഇതിനകത്ത് കുറേ പ്രീസെറ്റ്സുകൾ ഓൾറെഡി സൗണ്ട് കോർ തന്നിട്ടുണ്ട്. സൗണ്ട് കോർ ആപ്പ് വഴി നമുക്ക് നിയന്ത്രിക്കാം. സൗണ്ട് കോർ ഡിഫോൾട്ട് ഉണ്ട്. ഇനി ബാസ് ബൂസ്റ്ററാണ്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഈക്വലൈസർ വെച്ച് നമുക്ക് വേണ്ട ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ സൗണ്ട് ക്വാളിറ്റിയിൽ ഒന്നും പറയാനില്ല. ഒരു ലാഗോ ലേറ്റൻസി ഇല്ല. ഒരു ഗെയിമിംഗ് മോഡും ഉണ്ട് ഇതിനകത്ത് ആക്ച്വലി. സോ ഗെയിം കളിക്കുമ്പോൾ ലേറ്റൻസി ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. മാത്രമല്ല ഒരു ഡിലേയും ഇല്ല സൗണ്ടിൻ്റെ കാര്യത്തിൽ. പെർഫെക്റ്റ് കണക്ഷനാണ്. പിന്നെ ഫാസ്റ്റ് പെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കണക്റ്റ് ആവും. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. പോർട്സ് എടുത്താൽ തന്നെ ഉടനെ ബ്ലൂടൂത്ത് കണക്റ്റ് ആവും. കേൾക്കുന്നത് സൗണ്ട് കോർ ലിബർട്ടി 4 NCയുടെ മൈക്രോഫോൺ എന്നുള്ള ക്വാളിറ്റിയാണ്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് പുറത്തൊരു ഔട്ട്ഡോർ എൻവയറമെൻറ്റിലാണ്. പിന്നിൽ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ഔട്ട്സൈഡ് ഒരു വിൻഡി നോയ്സ് കണ്ടീഷനാണ്. പിന്നെ കുറച്ച് സൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യുക അതിൻ്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. സോ ഹലോ ടെസ്റ്റിംഗ് ലിബർട്ടി 4 NC's വോയിസ് ക്വാളിറ്റി. പിന്നെ കമ്മിങ് ടു ദ മൈക്ക് ക്വാളിറ്റി ഓർ നമ്മുടെ കോൾ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ദാറ്റ്സ് വൺ ഏരിയ ആക്ച്വലി. ഞാൻ കുറേ റിവ്യൂ കണ്ടു. അടിപൊളിയാണ് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ക്വാളിറ്റി. ക്യാൻ ബി കമ്പയർ ടു എയർപോഡ്സ് പ്രോ അല്ലെങ്കിൽ സോണിയുടെ ഹൈ എൻഡ് ഹെഡ്സെറ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴും സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് ഒരു തൃപ്തി വന്നിട്ടില്ല ഇതിൻ്റെ കാര്യത്തിലാണെങ്കിലും. സോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്കിപ്പോഴും തോന്നും കാരണം വയേർഡ് ഹെഡ്ഫോണിൻ്റെ ഒരു പവറൊന്നും ഇപ്പോഴും വയർലെസ്സിന് വന്നിട്ടില്ല. കാരണം വയേർഡ് ചുമ്മാ കുത്തിയിട്ട് സംസാരിച്ചപ്പോഴും നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിഡക്ഷനും നമ്മുടെ ക്വാളിറ്റി സൗണ്ട് വളരെ ക്രിസ്പായിരിക്കും. പക്ഷേ ഇതിൽ സൗണ്ട് ക്ലിയറാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കുറേയൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത്ര അടിപൊളിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോഴും നോയ്സ് ക്യാൻസലേഷൻ NC എന്നൊക്കെ പറഞ്ഞ് വന്നാലും നോ അപ് ടു ദ മാർക്ക്. എയർപോർട്സിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും. അതിനുണ്ട്. പക്ഷേ ഇതിന് 699 ഉള്ളൂ ഇപ്പോഴത്തെ ഒരു ഇതിൽ. മേ ബി നെക്സ്റ്റ് വീക്ക് ഇനിയും കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓൺലി ഇഫ് യു ആർ ടോക്കിംഗ് ഓൺലി അബൌട്ട് ദ കോൾ ക്വാളിറ്റി ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക്. പക്ഷേ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ഞാൻ ഇയർഫോൺ Pro 3 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് വാങ്ങി യൂസ് ചെയ്ത് നോക്കി. നല്ല റിവ്യൂ ആയിരുന്നു. പക്ഷേ അതും ഇത്രയധികം ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, വളരെയധികം സത്യം പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് നോയ്സാണ് കൂടുതൽ എടുക്കുന്നതെന്ന് അറിയില്ല ഇതിൻ്റെ കേസിലല്ല മറ്റൊരു കേസിൽ. ഇതിൽ ഇറ്റ്സ് ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക്. അല്ലെങ്കിൽ നല്ലൊരു ഹെഡ്ഫോൺ ഫോർ കോൾ ക്വാളിറ്റി എന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല. ബട്ട് ഇഫ് യു ആർ ലിസണിങ് ടു സ്പെസിഫിക് മ്യൂസിക്സ് ഓർ വീഡിയോസ്, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദിസ് പ്രൈസ് റേഞ്ചാണ്. അതിൽ ഒരു സംശയമില്ല. ധൈര്യമായിട്ട് വാങ്ങാം. മാത്രമല്ല സൗണ്ട് കോർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്ന എല്ലാ ഹൈ എൻഡ് ടീമായിട്ടാണ് അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. നല്ല നല്ല പ്രൊഡക്ട്സ് അവരുടെ ഹെഡ്സെറ്റ് ആയാലും ഒക്കെ അടിപൊളിയാണ്. ഇതാണെങ്കിലും സൂപ്പറാണ്. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് മുടക്കുന്ന സമയത്ത് നല്ലൊരു കോൾ ക്വാളിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്നില്ല. കാരണം ഞാൻ ഒരുപാട് സൂം കോൾസും ടീംസ് മീറ്റിംഗ്സൊക്കെ ഇത് വെച്ച് അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഒരു നോർമൽ യൂസറാണ്, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ബിസിനസ് പർപ്പസിന് ഒരുപാട് നിങ്ങളുടെ വയർലെസ് ഇയർഫോൺ വേണ്ടാന്നുണ്ടെങ്കിൽ
യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് ദിസ്. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എനി കോൾ ക്വാളിറ്റി കാര്യങ്ങൾ നന്നായിട്ട് വേണം, സൂം, ടീംസ് അല്ലെങ്കിൽ നോർമൽ കോളൊക്കെ ആകുമ്പോൾ ഇത് അടിപൊളിയാണ്. മാത്രമല്ല സാംസങ്ങിൻ്റെ ഒരു വോയിസ് ഫോക്കസ് മോഡ് നിങ്ങൾക്കറിയാം, സാംസങ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ വരുന്നുണ്ട്, കാരണം കോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരാനായിട്ട്. പക്ഷേ നിങ്ങൾ ബ്ലൂടൂത്ത് കണക്റ്റ് ആകുമ്പോൾ ഡിഫോൾട്ടായിട്ട് അത് ഓഫ് ആവും. പക്ഷേ ഐഫോണിൽ ഇഫ് യു ആർ യൂസിങ് എയർപോഡ്സാണ് യൂസ് ചെയ്യുന്നത്, ബട്ട് തേർഡ് പാർട്ടികൾ ഉപയോഗിച്ചിട്ടില്ല. ബട്ട് ഐഫോണിലുള്ള ഒരു ഗുണം നിങ്ങളുടെ വോയിസ് ഫോക്കസ് അതിൽ വോയിസ് ഐസൊലേഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എയർപോഡ്സ് വെച്ചാൽ അത് കിട്ടും. സാംസങ് ബഡ്സ് ഞാൻ ആക്ച്വലി ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഐ വിൽ ട്രൈ ആൻഡ് വിൽ അപ്ഡേറ്റ് ടു വോയിസ് ഫോക്കസ് സാംസങ്ങിൻ്റെ ബഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളതാണ്, കോൾ ക്വാളിറ്റി ഇസ് നോട്ട് അപ് ടു ദ മാർക്ക്, ബട്ട് ഓഡിയോ ക്വാളിറ്റി ഇസ് വെരി നൈസ്. സോ നമ്മുടെ സൗണ്ട് കോർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് സെറ്റിങ്സ് വേണമെങ്കിൽ ഇതിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. സോ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ആംബിയൻ സൗണ്ടിലേക്ക് മാറ്റാം, നോയ്സ് ക്യാൻസലേഷൻ ഇടാം, നോർമൽ മോഡിലോട്ട് ഇടാം, ട്രാൻസ്പെറൻസി മോഡിലോട്ട് മാറാം, എല്ലാം ചെയ്യാൻ പറ്റും. മാത്രമല്ല സൗണ്ട് എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. മാത്രമല്ല ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് സൗണ്ട് കോർ തന്നിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് വൺ വി ലൈക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സേഫ് വോളിയം, നമുക്ക് ഓരോ ഡെസിബലിൻ്റെ എത്ര വോളിയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ലിമിറ്റ് ഹൈ വോളിയം, നമുക്ക് നല്ലൊരു ഹൈ വോളിയം കേട്ട് നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അത് ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ഓവറോൾ നൈസ് ആപ്പാണെങ്കിൽ നല്ലൊരു സ്റ്റെബിലിറ്റി തരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ലേറ്റസ്റ്റ് ഒരു ഫേംവെയർ അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ദിസ് ലുക്സ് വെരി നൈസ്, കുറച്ചുകൂടി ബെറ്ററും ആയിട്ടുണ്ട് ആക്ച്വലി സൗണ്ട്. ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതും ഇതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി വെച്ചിട്ട് തന്നെ ആവാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വോയിസ് ക്വാളിറ്റി എന്ന് പറയാനുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ, ജസ്റ്റ് ഫോർ ലിസണിങ് ഓഡിയോ, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദിസ് പ്രൈസ് റേഞ്ചാണ്. ഡിസൈൻ വൈസ് ആയാലും ബാറ്ററി ബാക്കപ്പ് ആയാലും അതിൻ്റെ ഫീൽ ആയാലും സൗണ്ട് ക്വാളിറ്റി എന്തായാലും. ബട്ട് മൈ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ യൂസിന്, നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്നുകൂടി നന്നായിട്ട് യൂസ് ചെയ്യാമായിരുന്നു. സോ ലിബർട്ടി 4NC കുറച്ചും കൂടി ആ കാര്യത്തിനും കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി ദ ഫസ്റ്റ് ചോയ്സ്. ഈ പ്രൈസ് റേഞ്ചിലെ ഫസ്റ്റ് ചോയ്സ് ഇതായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ജസ്റ്റ് 1 വീക്ക് ഓർ 2 വീക്ക് നല്ലൊരു ഓഫറുകളെല്ലാം ആമസോണും ഫ്ലിപ്കാർട്ടിലും വരാനുള്ള സാധ്യതയുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.